ഓം ശാന്തി. ധന്യാത്മാക്കളെ, ശിവനും ഞാനും ശിവനെ ധ്യാനിക്കാം എന്ന ഈ ആത്മീയ സാധന പ്രഭാഷണ പരമ്പരയിലേക്ക് ഒന്നുകൂടെ നിങ്ങളേവർക്കും സ്വാഗതം. ഇത്രയും ദിവസങ്ങളായി നമ്മൾ ആത്മാവിനെക്കുറിച്ചും അഥവാ നമ്മളെക്കുറിച്ചും ഈശ്വരനെ ശിവനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് സൃഷ്ടി രഹസ്യം ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ ചോദ്യം വരും, അല്ലേ? ഈ സൃഷ്ടി എന്നാണ് തുടങ്ങിയത്? ഇതിന് എന്നാ തീരാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു ജന്മം എടുത്തു. ആ ജന്മത്തിൽ നമ്മൾ സന്തോഷമായിട്ടൊക്കെ ജീവിക്കണം, കുറച്ച് വരുമാനമൊക്കെ സമ്പാദിക്കണം. അങ്ങനെ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചാണ് ഇന്നുള്ള മനുഷ്യജീവിതം. എന്നാൽ ബ്രഹ്മകുമാരിസ് പഠിപ്പിക്കുന്ന ഈ ജ്ഞാനത്തിൽ കുറേയും കൂടെ വിശാലമായിട്ടുള്ളൊരു വീക്ഷണം, ഒരു കാഴ്ചപ്പാട് സൃഷ്ടിയെക്കുറിച്ച്. ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം എന്താണ്? ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പോൾ എൻ്റെ ഒരു ജന്മത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യം ഞാൻ അറിഞ്ഞാൽ പോരല്ലോ. ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയുടെ, ഈ സൃഷ്ടിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യം കൂടി ഞാൻ അറിയണ്ടേ? കാരണം ഞാനും ഈ സൃഷ്ടിയുടെ ഒരു കണ്ണിയല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്കും ഇത് അറിയാൻ താല്പര്യം തോന്നും. ആത്മീയവാദികൾക്ക് മാത്രമല്ല ഈ താല്പര്യം തോന്നേണ്ടത്. ഗൃഹസ്ഥരായ ഓരോരുത്തരും എന്തായാലും ശരി, ഈ ഒരു ജന്മം ഗൃഹസ്ഥനാണ് എന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം വിട്ടുപോയാൽ നമ്മളൊരു ആത്മാവല്ലേ? നമ്മൾ ആ ഈശ്വരൻ്റെ അടുക്കലും ഈ സൃഷ്ടിയിൽ നമ്മൾ ഇങ്ങനെ പറന്ന് നടക്കില്ലേ, ഒരു പക്ഷിയെ പോലെ? അപ്പോൾ ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, നമ്മളുടേതായ ഒരു വ്യക്തിത്വം, ഒരു ശരീരം, ഇതെല്ലാം ലഭിച്ചെന്ന് പറഞ്ഞ് ഈ സൃഷ്ടിയെ നമ്മൾ മറന്നു പോയിട്ട് കാര്യമില്ല. ഈ സൃഷ്ടിയെക്കുറിച്ചും മഹത്തായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ഒരുപാട് അറിവ് നിങ്ങൾക്ക് ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഈ പ്രഭാഷണ പരമ്പരയിൽ തരാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ സൃഷ്ടിയെ നമുക്ക് ചക്രത്തോട് ഉപമിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു ചക്രം എന്ന് പറയുന്നത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ഈ സൃഷ്ടിയും ഒരു ചക്രമാണ്, ഈ പ്രപഞ്ചവും ഒരു ചക്രമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, കാലചക്രം ആവർത്തിക്കുന്നു, ചരിത്രം ആവർത്തിക്കുന്നു എന്നൊക്കെ. അപ്പം ഇവിടെ ഈ സൃഷ്ടിചക്രത്തിൽ നമുക്കിതിനെ 4 ഭാഗിക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് സത്യയുഗം, ത്രേതായുഗം, 2 യുഗങ്ങൾ. അടുത്ത ഭാഗം ദ്വാപരയുഗം, കലിയുഗം. അപ്പോൾ സൃഷ്ടിയെ തുല്യമായിട്ട് ആദ്യം 2 ഭാഗിക്കാം, പിന്നെ അതിനെ 4 ഭാഗിക്കാം. സ്വസ്തിക ചിഹ്നം ഓർമ്മിക്കുക. അത് തുല്യമായിട്ട് ഭാഗിച്ചിരിക്കല്ലേ. എവിടെയോ നമ്മളുടെ ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ അരി വേവിക്കുമ്പം ആ ചോറങ്ങ് വെന്ത് കഴിയുമ്പം കൃത്യം 4 ഭാഗങ്ങളായിട്ട് അത് വെടിക്കാറുണ്ട് എന്ന് ഭക്തന്മാർക്ക് അറിയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് കൃത്യമായിട്ട് 4 ഭാഗം, അല്ലേ? മിക്കവാറും നമ്മൾ കുറേ പൂജകളിലും കാര്യങ്ങളിലൊക്കെ ഈ 4 ഭാഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. സൃഷ്ടി തന്നെ 4 ഭാഗമാണ്. അപ്പോൾ സത്യയുഗവും ത്രേതായുഗവും അതിൻ്റെ ഏറ്റവും നല്ല ഭാഗവും, അതായത് ഏറ്റവും സത്യമായ, ഏറ്റവും സുഖസൗകര്യങ്ങൾ നിറഞ്ഞ, അതായത് അവിടെ ജീവിക്കുന്ന എല്ലാവരും തന്നെ നല്ലവരും സത്യസന്ധരും ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടം. അതേസമയം ദ്വാപരയുഗവും കലിയുഗവും മനുഷ്യനെ ഏറ്റവും അധപതിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ രജോ തമോ ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കും. മറ്റ് സ്ഥലത്താണെങ്കിൽ, അതായത് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആ ആദ്യത്തെ ഭാഗമാണെങ്കിൽ അവിടെ സധുഗുണം മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇപ്പോൾ കാലചക്രത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അല്ലാതെ നമ്മളുടെ ഈ ഒരു ജന്മത്തെ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് ഈ എല്ലാ യുഗങ്ങളെയും കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ സഹായിക്കും. ഒരു വിശാലത നമുക്ക് നമ്മുടെ മനസ്സിന് കൈവരും. അപ്പോൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങൾ ചേരുമ്പോൾ ഇതിനെ നമുക്കൊരു കൽപ്പം എന്ന് വിളിക്കാം. ഒരു കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷം. അങ്ങനെയാണെങ്കിൽ ഇതിനെ 4 ഭാഗിക്കുമ്പോൾ ഓരോ യുഗങ്ങളുടെ ആയുസ് 1250 വർഷമാണെന്ന് നമുക്ക് കാണാം.
അപ്പോൾ സിന്ധു നദീതട സംസ്കാരമാണ് പിന്നീട് ഹൈന്ദവ സംസ്കാരമായിട്ട് മാറുന്നത്. ആ സംസ്കാരത്തിലാണ് ഈ 5000 വർഷം, സിന്ധു നദീതട സംസ്കാരം 5000 വർഷത്തിൻ്റെ സനാതന സംസ്കാരമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വർഷമൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇതിൽ നമ്മൾ ഓരോ മനുഷ്യ ആത്മാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. സത്യയുഗത്തിൽ നമ്മൾ ദേവീദേവന്മാരായിരുന്നു. 33 കോടി ദേവതകൾ എന്നല്ലേ പറയാറ്. ഈ 33 കോടി ദേവതകൾ, മുക്കോടി ദേവതകൾ സത്യയുഗത്തിലും ത്രേതായുഗത്തിലായിട്ടുണ്ടായിരുന്നു. സത്യയുഗത്തിലെ ആദ്യത്തെ ചക്രവർത്തി ശ്രീ ലക്ഷ്മി ശ്രീനാരായണനാണ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പം അവിടെ ശ്രീരാമനും സീതയും ഭരിച്ചിരുന്ന ത്രേതായുഗം. ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നടന്ന കാര്യങ്ങളാണ്. അവിടെ നിന്നും നമ്മൾ ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോഴാണ്, ധ്വ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടായി എന്നാണ് അർത്ഥം. അവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ദേവതകൾ പിന്നീട് പതുക്കെ പതുക്കെ അവർ താന്നല്ലോ. അതായത് സത്യയുഗം ത്രേതായുഗമായപ്പോൾ തന്നെ 100% 75% കുറഞ്ഞു. മനുഷ്യൻ്റെ ആ ഗുണമേന്മ കുറഞ്ഞു. ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങളുണ്ടായി, നന്മകളിൽ മാറ്റങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്ക് കടന്നപ്പോൾ പകുതി ശതമാനം ആത്മീയതയുണ്ട്, പക്ഷേ പകുതി ഭൗതികത അല്ലെങ്കിൽ പകുതി ലൗകികത കലർന്നു, ദേഹബോധം വന്നു. മറ്റത് സമ്പൂർണ്ണ ആത്മബോധമായിരുന്നു, സമ്പൂർണ്ണ നന്മയുണ്ടായിരുന്നു. പക്ഷേ അത് പകുതിയായി. അപ്പോൾ പകുതിയാകുമ്പോഴത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ദ്വാപരയുഗം തൊട്ട് കലിയുഗം വരെ രജോ ഗുണവും തമോ ഗുണവും വളർന്ന് കലിയുഗത്തിൽ അത് വളരെ അധപതിച്ച അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യന് ഒരു നിയന്ത്രണം ഇല്ല, ടെൻഷൻ, എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും, ഇത്തിരി കാര്യത്തിന് ദുഃഖിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മളുടെ ചിന്തകൾ കൊണ്ട് പ്രശ്നത്തെ വലുതാക്കും. ഇതെല്ലാം തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം, ഒരാളിൻ്റെ സ്വത്ത് എനിക്ക് വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കലിയുഗത്തിലാണ് നടക്കുന്നത്. ദ്വാപരയുഗത്തിൽ അത്രയില്ല. എന്നാലും ദ്വാപരയുഗത്തിൽ വീണ്ടും ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് പല പല ധർമ്മങ്ങൾ ഇവിടെ വന്നു, പല പല മതങ്ങൾ. അതിലാദ്യം വന്നത് ഇസ്ലാം ധർമ്മം. അത് കഴിഞ്ഞിട്ട് ശ്രീബുദ്ധൻ ബൗദ്ധധർമ്മം വന്നു. അതിനുശേഷം ക്രൈസ്റ്റ് വന്നു, യേശു ക്രിസ്തു വന്നു, ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ 4 ധർമ്മമായി. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്. ഈ ധർമ്മമാണ് പിന്നീട് ഹൈന്ദവ ധർമ്മമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ദ്വാപരയുഗം എല്ലാ ധർമ്മങ്ങളുടെയും ഒരു ജന്മം, അതായത് ധർമ്മങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദ്വാപരയുഗവും വളരെ നല്ലതായിരുന്നു. കാരണം ഓരോരോ ധർമ്മങ്ങൾ വന്ന് അവരുടെ ജ്ഞാനങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ കുറച്ചെങ്കിലും അറിവുള്ള ഒരു കാലഘട്ടമായിരുന്നു ദ്വാപരയുഗം എന്ന് വേണം പറയാൻ. രജോ ഗുണം ആയിരുന്നെങ്കിലും മനുഷ്യർ പരസ്പരം കുറച്ചൊക്കെ സ്നേഹവും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ. പക്ഷേ ഈ ധർമ്മങ്ങളുടെയൊക്കെ നല്ല കാലമായിരുന്നു അപ്പോൾ. പക്ഷേ കലിയുഗത്തിൽ എല്ലാ മതങ്ങളും പതുക്കെ 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 അധപതിക്കുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും അധപതിച്ച അവസ്ഥ നമുക്കിപ്പോൾ കാണാം. എല്ലാ ധർമ്മങ്ങളുടെ ഇടയിലും ഭിന്നത ഉണ്ടായി, എല്ലാവർക്കും പരസ്പര സ്നേഹം കുറഞ്ഞു, പരസ്പര വിശ്വാസം കുറഞ്ഞു, അങ്ങനെ അധികാരമോഹങ്ങൾ വളർന്നു. അപ്പോൾ അവിടെ ആത്മീയത കുറഞ്ഞു. ആത്മീയത എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്, ധർമ്മം പാലിക്കപ്പെടണം, നീതി പാലിക്കപ്പെടണം, ന്യായം വേണം, സ്നേഹം വേണം, സത്യം വേണം, അഹിംസ വേണം എന്നൊക്കെ ആത്മീയത ഒരു ഭാഗത്ത് പറയുമ്പോൾ ഭൗതികതയിൽ അതിനൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ധർമ്മഗ്ലാനി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന കലിയുഗത്തിൻ്റെ അന്തിമ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതിനു വേണ്ടേ ഒരു അവസാനം? ഇത് സൃഷ്ടിയുടെ അന്തിമ സമയമാണ്. അപ്പോൾ കലിയുഗത്തിൻ്റെയും അന്തിമ സമയമാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം? ഈ സൃഷ്ടിചക്രമാണ്. ഈ കലിയുഗം വീണ്ടും സത്യയുഗമായിട്ട് മാറണം. ഈ മാറ്റത്തിന് വേണ്ടി കലിയുഗത്തിനും സത്യയുഗത്തിനിടയ്ക്ക് ഒരു സംഗമയുഗം എന്ന കാലഘട്ടം വരുന്നു. ഈ സംഗമയുഗത്തിൽ തീർച്ചയായിട്ടും എന്തോ ഒരു സുപ്രധാനമായ കാര്യം നടന്നിരിക്കണം. ഇവിടെയാണ് നമ്മൾ ശിവനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയിൽ എന്ത് പ്രശ്നം വന്നാലും ശിവൻ വരും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ, അധർമ്മത്തിൻ്റെ മൂർധന്യാവസ്ഥ, പാപത്തിൻ്റെ മൂർധന്യാവസ്ഥ, അല്ലെ, പാപ ആത്മാക്കളുടെ വർധനവ്,
ഇങ്ങനെയുള്ള കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ ശിവൻ വരുന്നു. ശിവൻ വന്ന് വീണ്ടും ഇവിടെ ഈ സൃഷ്ടിയിൽ ശാന്തി പുനഃസ്ഥാപിക്കുന്നു, സമാധാനം പുനഃസ്ഥാപിക്കുന്നു, ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ പേര് സംഗമയുഗം എന്നാണ്. പുരുഷോത്തമ സംഗമയുഗം. ഈ സംഗമയുഗത്തിൽ ഈശ്വരൻ നമുക്ക് വാക്ക് തരികയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ചേരൂ, എൻ്റെ ഈ സുപ്രധാന കർമ്മങ്ങളിൽ നിങ്ങളും പങ്കാളിയാവും. ശ്രേഷ്ഠാത്മാക്കളെ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കാളിയാവാം, പങ്കുചേരാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ ഒരു ഈശ്വരൻ്റെ തോണിയിൽ കയറാം. ഈ തോണി നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് സ്വർഗം ഇവിടെ വരേണ്ട സമയമായി. സ്വർഗത്തിലേക്ക് വേണ്ട എല്ലാ അടിസ്ഥാനപരമായ എല്ലാ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിവർത്തന കാലഘട്ടമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കാലചക്രം ഒന്നും കൂടെ കറങ്ങി അത് കലിയുഗത്തിൽ നിന്ന് സംഗമയുഗമായി, സംഗമയുഗത്തിൽ നിന്ന് അത് വീണ്ടും സത്യയുഗം ആകും. ഇതൊരു സമയത്തിൻ്റെ ആഹ്വാനമാണ്. നമ്മളിനി സമയം അതാണ്, കലിയുഗമാണ്, അതാണ്, ഇതാണെന്നൊന്നും വിചാരിച്ചിരിക്കാതെ യഥാർത്ഥത്തിൽ കൃത്യമായ സമയത്തിൻ്റെ പുറകെ വരൂ. കൃത്യമായ സമയം ഇതാണ്, ഇവിടെ സത്യയുഗം വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങളിൽ ആർക്കെല്ലാം സത്യയുഗത്തിൽ വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഇതിൽ വന്ന് ചേരൂ. ഈ വളരെ പ്രധാനപ്പെട്ട ആത്മീയമായ ഈ കാര്യങ്ങളിൽ പങ്കുചേരൂ. നിങ്ങൾക്കതിലേക്ക് ഈശ്വരൻ്റെ പേരിൽ നമ്മൾ സ്വാഗതമരുളുന്നു. ഇതാണ് സൃഷ്ടിചക്രം. ഇത് പല പ്രാവശ്യം നിങ്ങൾ ഒരു പക്ഷേ ഇതിൽ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത്, നമ്മളെല്ലാവരും മനുഷ്യജന്മം എടുത്തവരാണ് അല്ലേ? ഈ ജന്മങ്ങളുടെ കഥ അറിയാമോ? നമ്മളെല്ലാവരും എത്ര ജന്മം എടുത്തിട്ടുണ്ടാവും, എത്ര ആയുസ് വരെ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഈ സൃഷ്ടിയെ, നേരത്തെ പറഞ്ഞത് സൃഷ്ടിയെ ഒരു ചക്രത്തോട് ഉപമിക്കാമെന്നാണ്. അപ്പോൾ ആ ചക്രത്തിലൂടെ നമ്മളൊന്ന് കറങ്ങി വന്നു. ഇനി നമുക്ക് ഈ സൃഷ്ടിയെ ഒരു ഏണിപ്പടിയായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഏണിപ്പടി എന്ന് പറയുമ്പം ഏണിപ്പടിക്ക് മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ പടിയുണ്ടല്ലേ? ഏണിപ്പടിക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, താഴെ നിന്ന് മേലേക്ക് കയറാം. മുകളിൽ നിന്ന് കയറിയ ആൾക്ക് താഴേക്ക് ഇറങ്ങാനും ഏണിപ്പടി വേണം അല്ലേ? അപ്പോൾ ഏണിപ്പടിക്ക് ഈ രണ്ട് കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സൃഷ്ടി ഒരു ഏണിപ്പടിയാണ്. അപ്പോൾ സൃഷ്ടിയിൽ സത്യയുഗമാണ് ആദ്യത്തെ പടി. സത്യയുഗത്തിൽ നമ്മൾ ഓരോ ആത്മാവിനും 8 ജന്മങ്ങളാണ് ഉള്ളത്. അഥവാ ഈ കഥ നടക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ദേവതാത്മാക്കളാണ്. ഈ ദേവതാത്മാക്കൾ സത്യയുഗത്തിലുണ്ടായിരുന്നു. ഈ സത്യയുഗത്തിൻ്റെ ഒന്നാമത്തെ പടി മുതൽ, അഥവാ ഒന്നാമത്തെ ജന്മം മുതൽ 8ാമത്തെ ജന്മം വരെ 8 പടി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഈ സൃഷ്ടി താഴോട്ടുള്ള ഒരിറക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ഭാരതത്തിൻ്റെ ഉയർച്ചയാണ് സത്യയുഗത്തിൻ്റെ ആരംഭം. പക്ഷെ മെല്ലെ മെല്ലെ ഇത് വളരെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇറങ്ങുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. ഭൂമി കറങ്ങുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഒരു ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആ ക്ലോക്ക് ചലിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് ബൈ സെക്കൻഡ് അത് ചലിക്കുന്നു. പക്ഷേ സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ ഭൂമി അഥവാ ഈ സൃഷ്ടിയിലെ എല്ലാ കാര്യങ്ങളും താഴോട്ട് ഇറങ്ങുകയാണ്, അധപതനം സംഭവിക്കുകയാണ്, താഴ്ച സംഭവിക്കുകയാണ്. ധർമ്മത്തിന് അധപതനം സംഭവിക്കുന്നു, സത്യത്തിന് അധപതനം സംഭവിക്കുന്നു, മൂല്യങ്ങൾക്ക് അധപതനം സംഭവിക്കുന്നു. മെല്ലെ മെല്ലെയാണ്. അതുകൊണ്ട് നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. ഇവിടെ സത്യയുഗത്തിൻ്റെ 8 ജന്മങ്ങൾ 8 പടിയിൽ നമ്മൾ ഇറങ്ങി ത്രേതായുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ത്രേതായുഗത്തിൽ ദേവതകൾ സെമി ദേവതകളായിട്ട് മാറുകയാണ്. സ്വർഗം സെമി സ്വർഗമായിട്ട് മാറുന്നു. അവിടെ 12 പടിയാണ്, 12 ജന്മങ്ങൾ. സത്യയുഗത്തിൽ 150 വയസ്സ് ആയുസ്സുണ്ട്, സദോപ്രധാന അവസ്ഥയാണ്, സർവഗുണ സമ്പന്നമാണ്, 16 കലാ സമ്പൂർണ്ണമാണ്. എങ്കിൽ ത്രേതായുഗത്തിൽ 125 വയസ്സാണ് ആയുസ്, 12 ജന്മമല്ലേ, 14 കലാ സമ്പൂർണ്ണമാണ്, സർവഗുണ സമ്പന്നമാണ്. പക്ഷേ സദോ ഗുണമാണ്. സദോ പ്രധാന അവസ്ഥയിൽ നിന്ന് നമ്മൾ സദോ അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിയത് ദേവതകൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ത്രേതായുഗത്തിൻ്റെ അന്ത്യം വരികയാണ്. അതായത് സദോ അവസ്ഥ അവിടെ സമാപ്തമാകുന്നു. അടുത്തത് ദ്വാപരയുഗം ആരംഭിക്കുകയാണ്. പിന്നെ കുറച്ച് പതുക്കെയല്ല, സ്പീഡിൽ ഇറങ്ങാൻ തുടങ്ങുകയാണ് നമ്മൾ. സ്പീഡിൽ ഇറങ്ങുന്നു എന്ന് വെച്ചാൽ അർത്ഥം ദ്വാപരയുഗത്തിൽ ജന്മങ്ങൾ വളരെ കൂടുതലാണ്, ആയുസ് വളരെ കുറവാണ്.
ഇവിടെ നമ്മൾ 21 ജന്മങ്ങളാണ് എടുക്കുന്നത്. അതായത് ദ്വാപരയുഗത്തിൻ്റെ പടി 21 പടികളാണ്. ഈ 21 പടിയിലൂടെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ രജോ ഗുണത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഇറങ്ങി വരുന്നു. അതായത് അവിടെ എല്ലാം ഉണ്ട്, എല്ലാവിധ അധർമ്മങ്ങളും ആരംഭിക്കുന്നു. ധർമ്മം ആരംഭിക്കുന്നു, പക്ഷെ അതോടൊപ്പം മനുഷ്യൻ്റെ ആ ഉയർന്ന സംസ്കാരത്തിന് താഴ്ച സംഭവിക്കുകയാണ്. മനുഷ്യൻ്റെ ചിന്താഗതിയിൽ വ്യത്യാസം വരുന്നു, മനുഷ്യൻ തനി അഹം ഉള്ള ആളായിട്ട് മാറുന്നു, ദേഹബോധം വരുന്നു, ഞാൻ നീ എന്നുള്ള വ്യത്യാസത്തിലേക്ക് വരുന്നു. മറ്റത് ദേവതാ രാജ്യത്തിൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു. അവിടെ നമ്മൾ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഞാൻ നീ എന്നാണ് പറയുന്നത്. മത്സരബുദ്ധി വന്നു, അധികാരമോഹം വന്നു, അങ്ങനെ 21 പടി നമ്മൾ ഇറങ്ങുന്നു. അവിടെ നിന്ന് നമ്മൾ ദ്വാപരയുഗത്തിൽ നമുക്ക് വീണ്ടും പറയാം കുറച്ചും കൂടെ നല്ലതാണ്. രജോ ഗുണ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കലിയുഗം ദുഃഖത്തിൻ്റെ യുഗമാണ്, പാപത്തിൻ്റെ യുഗമാണ്, കള്ളത്തിൻ്റെ യുഗമാണ്. കലിയുഗം എന്ന് പറയുന്നത് മനുഷ്യൻ വളരെ വളരെ അധപതിക്കുന്ന യുഗമാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഇത് കലിയുഗമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല, അത് നമ്മുടെ ചിന്താഗതി തെറ്റാണ്. നമ്മളിങ്ങനെ ആയതുകൊണ്ടാണ്, നമ്മളുടെ മനസ്സ് മോശമായി അധപതിച്ചതുകൊണ്ടാണ് ഈ യുഗം കലിയുഗമായത്. അല്ലെങ്കിലും പ്രകൃതിക്ക് എവിടെയാണ് ജീവനുള്ളത്? യുഗങ്ങൾക്ക് എവിടെയാണ് ജീവനുള്ളത്? ഒരു വീടിന് ജീവൻ കൊടുക്കുന്നത് ആ വീട്ടിലെ താമസക്കാരാണ് എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അപ്പം അതുകൊണ്ട് പ്രകൃതിക്ക് ജീവൻ കൊടുക്കുന്നതും അഥവാ പ്രകൃതിക്ക് ചൈതന്യം കൊടുക്കുന്നതും പഞ്ചതത്വങ്ങൾക്ക് ചൈതന്യം കൊടുക്കുന്നതും നമ്മൾ താമസിക്കുന്ന വീടിന് ചൈതന്യം കൊടുക്കുന്നതൊക്കെ നമ്മളാണ്. എന്നിട്ട് നമ്മൾ നന്നായാൽ ഈ ലോകം നന്നാവും, നമ്മൾ താഴ്ന്നാൽ, നമ്മൾ അധപതിച്ചാൽ ഈ ലോകവും അധപതിക്കും. അത് മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ കഥയാണിത്. മനുഷ്യൻ്റെ അധപതനമാണ് ഈ ലോകത്തെ കലിയുഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ എത്ര ജന്മമാണെന്ന് അറിയാമോ? 42 ജന്മമാണ് നമ്മൾ എടുക്കുന്നത്. 42 പടി താഴോട്ട് ഇറങ്ങുകയാണ്. വളരെ ആയുസ് കുറവാണ്. ആയുസ്സെല്ലാം നമ്മളുടെ കർമ്മങ്ങൾക്കും നമ്മളുടെ പാപ കർമ്മങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആയുസ് കുറവാണ്. അപ്പോൾ സാധാരണ ആൾക്കാർ പറയും അകാല മരണം നടക്കുന്നു ഇവിടെ. എന്നാൽ സത്യത്തിൽ ഒരിക്കലും അകാല മരണമില്ല. സത്യത്തിൽ ഒരിക്കലും വയസ്സാകുന്നില്ല. അവിടെ എല്ലാവരും യുവാക്കളാണ്. ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ലേ? ശ്രീകൃഷ്ണൻ ഒരിക്കലും നരച്ചത് കണ്ടിട്ടില്ലല്ലോ. ജരാനര ബാധിക്കാത്തവരാണ് ദേവതകൾ. പക്ഷേ കലിയുഗത്തിലെ പാപികളായ മനുഷ്യർക്കെല്ലാം ജരാനര ബാധിക്കുന്നു, ശരീരത്തിൻ്റെ തൊലി ചൊളിയുന്നു. അപ്പോൾ അതെല്ലാം തന്നെ കാരണം ഈ തമോ ഗുണി അവസ്ഥയാണ്. മാത്രമല്ല ഈ തമോ ഗുണി അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന 5 വികാരങ്ങളാണ്. ഈ 5 വികാരങ്ങൾ കാരണം മനുഷ്യൻ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലേക്ക്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ആത്മീയ ദാരിദ്ര്യത്തിലേക്ക്, ഗുണങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക്, മൂല്യങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക് അധപതിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ കലിയുഗത്തിൻ്റെ കൂരാകൂരിരുട്ടിൽ ഒന്നും അറിഞ്ഞുകൂടാ. ആരാണ് ഞാനെന്നറിയില്ല, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാടകത്തിലെ അടുത്ത ദൃശ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു മോശമായ ഒരവസ്ഥ ഇന്ന് നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ അവതരണം. കലിയുഗത്തിൻ്റെ അവസാനത്തെ പടിയിൽ നിന്നും നമ്മൾ അടുത്തൊരു പടിയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ടോട്ടൽ 83 ജന്മമാണ് പറഞ്ഞത്. അതായത് സത്യയുഗത്തിൽ 8 ജന്മം, ത്രേതായുഗത്തിൽ 12 ജന്മം, ദ്വാപരയുഗത്തിൽ 21 ജന്മം, കലിയുഗത്തിൽ 43 ജന്മം. അങ്ങനെ ഇത് ടോട്ടൽ കണക്കാക്കുമ്പോൾ 83 ജന്മമാണ്. ഇവിടെ അടുത്തൊരു യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതാണ് സംഗമയുഗം. അതൊരൊറ്റ ജന്മമാണ്. ആ ഒരൊറ്റ പടി അത് വളരെ ശ്രേഷ്ഠമാണ്. ആ ഒരു പടിയിൽ നിങ്ങൾ കയറിയാൽ ബാക്കിയുള്ള അനേക പടികൾ ഒരു ലിഫ്റ്റ് പോലെ നിങ്ങളെ ഈശ്വരൻ്റെ അടുക്കൽ എത്തിക്കും, സത്യത്തിലേക്ക് എത്തിക്കും. അതങ്ങനെയുള്ള ഒരു വണ്ടർഫുൾ പടിയാണ്, അത്ഭുതകരമായ പടിയാണ്. പക്ഷേ ഈ സംഗമയുഗത്തിൽ എത്തിച്ചേർന്നാൽ ഈശ്വരൻ്റെ തോണിയിലേക്ക് കയറിയ പോലെയാണ്. ഈ പടിയിലിരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാവിധ സമ്പത്തും തരും. രാജയോഗം എന്ന ഒരു ലിഫ്റ്റിലേക്ക് നമ്മളെ, അഥവാ മെഡിറ്റേഷൻ എന്ന ലിഫ്റ്റിലേക്ക് ഈശ്വരൻ നമ്മളെ കയറ്റും. അങ്ങനെ ആ ഈശ്വര അനുഭൂതി ഉണ്ടെങ്കിൽ ഒരു വളരെ വലിയൊരു പവർ നമുക്ക് കിട്ടും. ആ ഒരു
ഈശ്വരീയ ശക്തിയിലൂടെ നമുക്ക് വീണ്ടും സത്യത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റും. അഥവാ ഭാരതം വീണ്ടും സ്വർഗമാവും. അപ്പം ഭാരതം ഇപ്പോൾ അതപതിച്ച് നരകമായി മാറിയിരിക്കുകയാണ്. വീണ്ടും ഒരു നരകത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വരികൾ ഓർമ്മിക്കാം. ഈ നരകത്തിൽ നിന്നും എന്നെ കരകയറ്റണേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന്. അപ്പോൾ ഈ നരകത്തിൽ നിന്നും എന്നെ കരകയറ്റുന്നത് സാക്ഷാൽ ശിവൻ തന്നെയാണ്. അതുകൊണ്ടാണ് നരകവൈരി എന്നൊരു പേരുണ്ട്. ദുഃഖവൈരി എന്ന് മാത്രമല്ല. അപ്പം ശിവൻ എന്നെ കരകയറ്റി എവിടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? അല്ലേ? എവിടെയാണോ സുഖവും ശാന്തിയും സമാധാനവും ഉള്ളത് അത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. പക്ഷേ സംഗമയുഗമാകുന്ന ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു മാജിക്കൽ സ്റ്റെപ്പ്, 84ാമത്തെ പടി, ആ പടിയിലേക്ക് കയറാൻ നിങ്ങൾ തയ്യാറാകൂ. നമ്മളെല്ലാവരും നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ഈശ്വരൻ കൈനീട്ടി അവിടെ നിൽപ്പുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് അത് സാധിക്കും. നമ്മളതിന് ഗ്യാരണ്ടി തരുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള ലിഫ്റ്റിലേക്ക് എല്ലാവർക്കും കയറാം. ഇതാണ് ഏണിപ്പടിയുടെ രഹസ്യം. ഏണിപ്പടി ഇറങ്ങിയാൽ മതി, തിരിച്ച് കയറണ്ട. ലിഫ്റ്റുണ്ട്, അതുകൊണ്ട് എളുപ്പത്തെ കയറാം. എല്ലാവരും പേടിക്കുകയാണ്. ഇനി എത്ര കഷ്ടപ്പെട്ടാലാണ് ഈശ്വരനെ കിട്ടുക? അല്ല, ഇനിയിപ്പം അന്തിമ സമയമായി. വളരെ എളുപ്പത്തിൽ ഈശ്വരനെ കിട്ടും. ഇത് ഏണിപ്പടിയുടെ രഹസ്യമാണ്. ഇനി അടുത്തത് നിങ്ങൾ അറിയേണ്ടത് കൽപ്പവൃക്ഷത്തെക്കുറിച്ചാണ്. കേരളത്തിലുള്ള നമുക്ക് എല്ലാവർക്കും കൽപ്പവൃക്ഷത്തെക്കുറിച്ച് അറിയാം. അത് തെങ്ങാണ്. പക്ഷേ ഇവിടെ പറയുന്ന കൽപ്പവൃക്ഷം ഭഗവത്ഗീതയിൽ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് തലക്കീഴായ വൃക്ഷം, അത് ആ പരന്ധാമത്തിലുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ബീജസ്വരൂപനാണ് ഞാൻ എന്ന് പരമാത്മാവ് പറയുന്നുണ്ട്. ആ തലക്കീഴായ വൃക്ഷം അത് പരന്ധാമത്തിലാണ്, അത് ആത്മാക്കളുടെ വൃക്ഷമാണ്. എന്നാൽ ഇവിടെ ഈ സൃഷ്ടിയിൽ നമുക്ക് നോക്കുമ്പോൾ ആ വൃക്ഷത്തെ നമുക്ക് നേരായ വൃക്ഷമായിട്ട് സങ്കല്പിക്കാം. അതിനെ വേണമെങ്കിൽ നമുക്കൊരു ആൽവൃക്ഷമായിട്ട് സങ്കല്പിക്കാം. കാരണം ആൽവൃക്ഷം വളരെ നന്നായിട്ട് പടർന്ന് പന്തലിക്കും. പിന്നെ വളരെ വലിയ പടർന്ന് പന്തലിച്ച ആൽവൃക്ഷത്തിൻ്റെ ആ തായ്തടി നോക്കിയാൽ അത് പൊള്ളയായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ആ ശാഖോപശാഖകൾ ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നതായിട്ടും നമുക്ക് കാണാം. അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ ഈ സൃഷ്ടിയുടെ ഇപ്പോഴത്തെ കാഴ്ച. അതായത് ഈ സൃഷ്ടിയുടെ കൽപ്പവൃക്ഷമായിട്ട് ഉപമിച്ചല്ലോ. അപ്പോൾ ഒരു വൃക്ഷത്തിനെ മനസ്സിൽ കാണണം. നിങ്ങൾക്ക് ചിത്രത്തിലും വൃക്ഷത്തെ കാണിച്ചു തരുന്നുണ്ടാവും. അതായത് ഈ കൽപ്പവൃക്ഷത്തിൻ്റെ തായ്തടി എന്ന് പറയുന്നത് ദേവതാധർമ്മമാണ്. ശ്രീ ലക്ഷ്മീനാരായണൻ രാജ്യം ഭരിച്ചിരുന്ന സത്യുഗവും ശ്രീരാമനും സീതയും രാജ്യം ഭരിച്ചിരുന്ന ത്രേതായുഗവും ഈ തായ്തടിയിൽ കാണാം. ഈ തായ്തടിയിൽ ദേവതാധർമ്മമാണുള്ളത്. ഈ തായ്തടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് ഹിന്ദുധർമ്മമായി മാറി വളരെയധികം മഹത്വപൂർണമായ ഭക്തികൾ, പലതരത്തിലുള്ള ഭക്തികളും ആചാരങ്ങളൊക്കെ തുടങ്ങുന്നതായിട്ട് കാണാം. അങ്ങനെ ദ്വാപരയുഗവും കലിയുഗവും ഭക്തിയുടെ പാരമ്യാവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ഹിന്ദുക്കൾ ആ വഴിയിലൂടെ പോകുന്നു. അതേസമയം ഈ കൽപ്പവൃക്ഷത്തിൽ വരുന്ന ആദ്യത്തെ ബ്രാഞ്ചാണ് ഇബ്രാഹിം സ്ഥാപിക്കുന്ന ഇസ്ലാം ധർമ്മം. ആ ഇസ്ലാം ധർമ്മത്തിൻ്റെ ബ്രാഞ്ചും നമുക്ക് ഈ കൽപ്പവൃക്ഷത്തിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ശ്രീ ബുദ്ധൻ സ്ഥാപിക്കുന്ന ബൗദ്ധധർമ്മത്തിൻ്റെ ബ്രാഞ്ചും നമുക്ക് കാണാം. അതിനുശേഷം വരുന്നത് ശ്രീ യേശു ക്രിസ്തുവാണ്. അദ്ദേഹം സ്ഥാപിക്കുന്ന ക്രിസ്ത്യൻ ധർമ്മത്തിൻ്റെ ശാഖയും നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വരുന്ന 4ാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഗുരുനാനാക്കാണ്. അദ്ദേഹം സ്ഥാപിക്കുന്ന സിഖ് ധർമ്മത്തിൻ്റെ ബ്രാഞ്ചും കാണാം. ഇങ്ങനെ ഇത് പ്രധാനപ്പെട്ട കുറച്ച് ബ്രാഞ്ചുകളെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ ശാഖോപശാഖകൾ വളർന്ന് കലിയുഗം വന്നപ്പോൾ അനേക തരത്തിലുള്ള ജാതി മതങ്ങളുടെ ബ്രാഞ്ചുകളും നമുക്കിതിൽ കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കൽപ്പവൃക്ഷം ഒരു വ്യത്യസ്തമായ വെറൈറ്റിയായ ഭിന്ന ചിന്താധാരകളും ഭിന്ന ധാർമ്മിക ചിന്തകളും ഭിന്ന അഭിപ്രായങ്ങളും ഭിന്ന നേതാക്കന്മാരും ഭിന്ന ജീവിത ശൈലികളും ഭിന്ന ദേശങ്ങളും ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൻ വൃക്ഷം. നമുക്കത് സങ്കല്പിച്ചൂടെ? മനസ്സിൽ ഒന്ന് ഭാവനയിൽ കൊണ്ടുവരൂ ആ കൽപ്പവൃക്ഷം.
നമ്മുടെ മനസ്സിനകത്ത് അത് കൊണ്ടുവരണം. അപ്പോഴേ രാജയോഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ഈ കൽപ്പവൃക്ഷത്തിനകത്ത് ഞാനും ഉണ്ട്. ഈ കൽപ്പവൃക്ഷത്തിനകത്ത് തായ്തടിയിൽ നിന്നും നമ്മൾ വളർന്ന് ഞാൻ ഈ കൽപ്പവൃക്ഷത്തിൻ്റെ അവസാനത്തെ ബ്രാഞ്ചിൽ എത്തി നിൽക്കുന്ന ആ ഒരു ദൃശ്യമൊന്ന് കാണും. ഇപ്പോൾ ആ അവസ്ഥയാണ്. എല്ലാ മനുഷ്യരും കൽപ്പവൃക്ഷത്തിൻ്റെ അവസാനത്തെ ബ്രാഞ്ചിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ കൽപ്പവൃക്ഷം നേരിടുന്ന ഒരു വളരെ വലിയൊരു പ്രോബ്ലമുണ്ട്, ഒരു വലിയ പ്രശ്നമുണ്ട്, ഒരു ഭയങ്കരമായ തകർച്ച. കാരണം പടർന്നു പന്തലിച്ചു മരം ജീർണിച്ചു. നമ്മൾ ആൽവൃക്ഷത്തിൻ്റെ കഥ പറഞ്ഞതുപോലെ ഇവിടെ തായ്തടിയിലിരിക്കുന്ന ദേവീദേവതകളെ, ആ ദേവതകൾ അല്ലെങ്കിൽ ആ ദേവതാധർമ്മം അതൊന്നും ഇവിടെ കാണുന്നില്ല ഇപ്പോൾ. അപ്പോൾ ആ തായ്തടി പൊള്ളയാണ്. വീണ്ടും അത് സ്ഥാപിക്കണം ഇവിടെ. അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ ബ്രഹ്മകുമാരിസ് ലക്ഷ്യമാക്കുന്നത് ആരാണ് ഈ ധർമ്മം പുനഃസ്ഥാപിക്കുന്നത്? അത് സാക്ഷാൽ പരമശിവനാണ്. ഇത് സ്ഥാപിക്കാൻ, അതായത് മൊത്തം ഇത്രയും ശാഖോപശാഖകളിൽ നിന്ന് ഇത്രയും സത്യവാന്മാരായ ആത്മാക്കളെ തിരഞ്ഞെടുത്ത് ധാർമ്മിക ചിന്തയുള്ള, ആത്മീയ ചിന്തയുള്ള മനുഷ്യ ആത്മാക്കളെ തിരഞ്ഞെടുത്ത് അവരെ എല്ലാം യോഗ്യരാക്കി മാറ്റി വീണ്ടും ഇവിടെ അങ്ങനെയുള്ളൊരു സനാതനമായ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആരെക്കൊണ്ട് മാത്രമേ സാധിക്കൂ? അത് ശിവപരമാത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ സത്യം മനസ്സിലാക്കൂ. അടുത്തതായിട്ട് പഴയ വൃക്ഷത്തിൻ്റെ അധപതനം നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നു. പക്ഷേ ഒരു പുതിയ വൃക്ഷം കൂടെ ഇവിടെ പൊട്ടിമുളയ്ക്കുകയാണ്, ഒരു തൈ. ആ തൈ പൊട്ടിമുളയ്ക്കുക അർത്ഥം ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനയാണ്. മറ്റത് വിനാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പഴയ വൃക്ഷത്തിൻ്റെ ഇത്രയും വിസ്താരമേറിയ വൃക്ഷമാണെങ്കിലും ഇത് ജീർണിച്ചിരിക്കുന്നതിനാൽ ഇതിൻ്റെ വിനാശം എളുപ്പമാണ്. പിന്നെ നമ്മൾ പറയും പ്രകൃതിക്ഷോഭം വരുന്നു, ആഭ്യന്തര കലാപം, അതുപോലെ അണുബോംബ് യുദ്ധം, ഇതെല്ലാം ഒരു നിമിത്തമായി മാറുന്നതേ ഉള്ളൂ ഈ ലോകത്തിൻ്റെ വിനാശത്തിന്. അതെന്തായാലും സംഭവിക്കും. പക്ഷേ നശിക്കുന്നത് കലിയുഗമാണ്, ലോകമല്ല. ഈ സത്യം മനസ്സിലാക്കണം. കലിയുഗത്തിലും അധപതിക്കുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് പാപമാണ്, അധർമ്മമാണ്. അതുപോലെ നശിക്കുന്നത് തിന്മയാണ്, പഞ്ചവികാരങ്ങളാണ് നശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആത്മാവല്ല നശിക്കുന്നത്, ഈ ലോകമല്ല നശിക്കുന്നത്. ഭൂമി ഒരിക്കലും നശിക്കുന്നില്ല, ഭൂമിക്ക് ഒരിക്കലും നാശമില്ല. ഈ സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, ഭൂമി മുഴുവൻ ഒരിക്കലും വെള്ളത്തിനടിയിലാവുന്നില്ല. പ്രളയം എന്തായാലും ഉണ്ടാവും. പക്ഷേ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ ഭാഗം സൃഷ്ടിയുടെ കടൽ തന്നെയാണ്, കരഭാഗമല്ല. കരഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. എന്നതുപോലെ ഇനി സ്വർഗം ഈ ഭൂമിയിൽ വരുമ്പോൾ വളരെ കുറച്ച് കരഭാഗേ കാണുള്ളൂ. ആ കരഭാഗം ഭാരതമായിരിക്കും. ഇന്നീ കാണുന്ന ഭാരതമല്ല, ഭാരതം കുറച്ചും കൂടെ വലുതായിരിക്കും. ഒറ്റ ഭൂഖണ്ഡമേ കാണും. ഈ ഒരൊറ്റ ഭാരതത്തിൽ ദേവീദേവതകൾ പുനർജനിക്കും. ഈ ദേവന്മാർ ആ ഭാരതത്തിൽ സുഖമായിട്ട് വാഴും. ഈ ദേവതകൾ പിന്നെ അടുത്ത ത്രേതായുഗത്തിൻ്റെ അവസാനം വരെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ, മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കും. പക്ഷേ അതിൻ്റെ പുനഃസ്ഥാപന എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ അടുത്ത പുതിയ വൃക്ഷത്തിൻ്റെ വേരുകളിലേക്ക് നമുക്ക് വരാം. കാരണം ഈ വേര് എന്ന് പറയുമ്പോൾ, വേരാണ് ഒരു വൃക്ഷത്തിന് എല്ലാവിധ ജലവും വളവും വലിച്ചെടുത്ത് മുഴുവൻ വൃക്ഷത്തിൻ്റെ അറ്റം വരെ എത്തിക്കുന്നത്. ഒരു ഇലയ്ക്ക് പോലും വെള്ളം കൊടുക്കുന്നത് വേരാണ്. അതുകൊണ്ട് പുതിയ കൽപ്പവൃക്ഷത്തിൻ്റെ വേരുകൾ ആണ് സംഗമയുഗം. ആ വേരിൻ്റെ ആ സ്ഥാനമാണ് സംഗമയുഗത്തിനുള്ളത്. സംഗമയുഗം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിയുടെ അടിസ്ഥാനമാണ്, അടിത്തറയാണ്, ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് ഈ സംഗമയുഗത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനയുടെ കാര്യം നടക്കുകയാണ്. അതായത് ബീജസ്വരൂപൻ പരമാത്മാവാണ്. എവിടെ നിന്നാണ് ഈ കൽപ്പവൃക്ഷം മുളച്ചത്? കൽപ്പവൃക്ഷം ആരംഭിച്ചത് പരമാത്മാ ബീജസ്വരൂപനായ ശിവനിൽ നിന്നാണ്. ഈ സൃഷ്ടിയുടെ മുഴുവനും ബീജസ്വരൂപം ശിവനാണ്. അതുകൊണ്ട് ശിവനിൽ നിന്നും പുതിയ വൃക്ഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആരംഭിക്കുമ്പോൾ ആ വേരുകളിൽ ഇരിക്കുന്ന യോഗീശ്വരന്മാർ, രാജയോഗികൾ ആ ബീജസ്വരൂപനിൽ നിന്ന് ശക്തി ആർജിച്ച്, ശക്തി ശേഖരിച്ച് ആ ആത്മീയ ശക്തികൾ, ആ ഈശ്വരീയ ശക്തികൾ ഇന്ന് ലോകം മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നെഗറ്റീവ്
അല്ലെങ്കിൽ ദുർവികാരങ്ങളുടെ ശക്തി പടർന്നു പന്തലിക്കുമ്പോൾ, എന്നാൽ ഒരു ഭാഗത്ത് ഇവിടെ രാമനും രാമൻ്റെ കൂടെയുള്ള സൈന്യവും ചേർന്ന് ഒരു പാലവും പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പാലം സംഗമയുഗമാണ്. ആ സംഗമയുഗത്തിൽ നമ്മളെല്ലാവരും ആർക്ക് വേണമെങ്കിലും ഒന്നിച്ചു ചേരാവുന്നതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും പുതിയ കൽപ്പവൃക്ഷത്തിൻ്റെ വേരാകാം. പക്ഷേ ഈ വേരിലൂടെ ഓടുന്നത്, നമ്മൾ പറയില്ലേ, എൻ്റെ ശിരകളിലൂടെ ഓടുന്നത് ഏത് രക്തമാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ വേരുകളിലൂടെ ഓടുന്നത് പരമാത്മാവിൻ്റെ ശക്തിയാണ്, ശിവൻ്റെ ശക്തിയാണ്. ശിവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അതുകൊണ്ട് ഈ വേരുകളിൽ ഇരിക്കുന്ന രാജയോഗികളിലൂടെ ഈ പുതിയ സൃഷ്ടിക്ക് ഇവിടെ വീണ്ടും ഒരു പുനർജന്മം, വീണ്ടും ഒരു പുനഃസ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാത്മാവ് പ്രവർത്തിക്കുന്നത് ബ്രഹ്മകുമാരിമാരിലൂടെയും ബ്രഹ്മകുമാരന്മാരിലൂടെയാണ്. അപ്പോൾ ബ്രഹ്മകുമാരിമാരും പരമാത്മാവിൻ്റെ മാധ്യമമായ ബ്രഹ്മാവിലൂടെ ദത്തെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ മെഡിറ്റേഷൻ പവർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അത് വളരെ നല്ല ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയാണ്. അത് നന്മയുടെ ശക്തിയാണ്, അത് ധർമ്മത്തിൻ്റെ ശക്തിയാണ്, അത് സത്യത്തിൻ്റെ ശക്തിയാണ്, അത് സാധനയുടെ ശക്തിയാണ്. അതുകൊണ്ട് ഈ സാധനയുടെ ശക്തിയിലൂടെ ഇവിടെ പുതിയൊരു ലോകം, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഈ പഴയ കൽപ്പവൃക്ഷം തകർന്നു വീണാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. പുതിയൊരു കൽപ്പവൃക്ഷം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓം ശാന്തി. ഓം ശാന്തി. നമുക്കിവിടെ കുറേ നേരം ധ്യാനം ചെയ്യാം. വീണ്ടും ശിവനിൽ നിന്ന് ശക്തി സമ്പാദിക്കാം. മനസ്സിനെ ശിവനിൽ ഏകാഗ്രമാക്കാം. മനസ്സിൽ ഈ പറയുന്നത് പോലെയുള്ള ചിന്തകൾ കൊണ്ടുവരും. എവിടെയെങ്കിലും ഏകാന്തമായ ഒരിടത്ത് അനങ്ങാതിരിക്കും. ചമ്രം പടിഞ്ഞിരിക്കാം, സുഖകരമായിട്ടൊരു ചെയറിലിരിക്കാം. രാജയോഗത്തിൽ പറയുന്നത് സുഖാസനമാണ്. കണ്ണുകൾ പാതി തുറന്നിരിക്കാം, അല്ലെങ്കിൽ സൗകര്യാർത്ഥം അടച്ചിരിക്കാം. പക്ഷേ ഈ ധ്യാനം തീരുന്നത് വരെ സമാധാനമായിരിക്കുക. മറ്റൊരു കാര്യങ്ങളും മനസ്സിൽ വരാതെ നോക്കുക. എത്രയ്ക്ക് ഏകാഗ്രമായിരിക്കാൻ പറ്റുമോ, എത്ര ശാന്തമായിരിക്കാൻ പറ്റുമോ അത്രയും ശാന്തമായിരിക്കുക. എങ്കിൽ ഇതിൻ്റെ അനുഭവം വളരെ കൂടുതലായിരിക്കും. ഞാൻ എന്നിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക്, അത്ഭുതകരമായ നക്ഷത്രം, ആ നക്ഷത്രത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ഈ ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് തിരുനെറ്റി, പുരികമധ്യം. ഇവിടെയാണ് ഞാൻ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനായ ആത്മാവസിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നു. അതേപോലെ ശിവൻ പരംധാമത്തിൽ വസിക്കുന്നു. ഒരു സെക്കൻഡിൽ മനസ്സിനെ പുരികമധ്യത്തിലേക്ക്, ആത്മശക്തിയിലേക്ക് ഏകാഗ്രമാക്കും. അടുത്ത നിമിഷം പരംധാമത്തിലിരിക്കുന്ന ശിവപരമാത്മാവിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്യും. ആ ഈശ്വര ശക്തികൾ എന്നിലേക്ക്, ഈ പുരികമധ്യത്തിലേക്ക് ഒഴുകി വരുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നു.
ഇവിടെ ഞാനും ശിവനും മാത്രമാണ്. മൂന്നാമതൊരാളില്ല. എൻ്റെ മുന്നിൽ ഞാൻ ഈ വിശാലമായ സൃഷ്ടി കാണും. എൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. ഇതെൻ്റെ വീടാണ്, ലോകമേ തറവാട്. ഈ ഭൂമി ഇതെൻ്റെ കുടുംബമാണ്, ഇത് ശിവൻ്റെ കുടുംബമാണ്. ഇവിടെയുള്ളവരെല്ലാവരും കോടാനുകോടി മനുഷ്യാത്മാക്കൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്. ഇവിടെ ആത്മീയ ബന്ധത്തിനാണ് പ്രാധാന്യം. എല്ലാവരും ഒരേ വീട്ടിൽ നിന്ന് വന്നവരാണ്, ഒരേ അച്ഛൻ്റെ മക്കളാണ്. എത്ര ശ്രേഷ്ഠമായ കാര്യം! നമ്മൾ ആരും വ്യത്യസ്തരല്ല. ഞാൻ ഈ ഭൂമിയിൽ, ഈ സൃഷ്ടിയിലുള്ള ഓരോ ആത്മാക്കളെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കാണുന്നു. ആ സാഹോദര്യ സ്നേഹത്തോടുകൂടി കാണുന്നു. ഇവരെല്ലാവരും എൻ്റെയാണ്. ഇവർക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കേണ്ടത് ഞാനാണ്. എനിക്കതിനുള്ള ശക്തി തരാൻ ശിവപരമാത്മാവ് കൂടെയുണ്ട്. ഇപ്പോൾ സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിൽ ആത്മ-പരമാത്മ ബന്ധമാണ് വലുത്, മനുഷ്യബന്ധമല്ല. ഇത്രയും ജന്മജന്മാന്തരങ്ങൾ ഞാൻ മനുഷ്യരുടെ കൂടെ വസിച്ചു. ഈ ഒരു യുഗത്തിൽ എനിക്ക് ഈശ്വരനോടൊത്ത് ജീവിക്കാം, ശിവനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാം. ഈ ജന്മത്തെ സഫലമാക്കാം, ധന്യമാക്കാം, ആത്മീയമാക്കാം. പല പല ജന്മങ്ങളാകുന്ന പടികളിറങ്ങി ഞാൻ സംഗമയുഗമാകുന്ന രത്ന അലങ്കൃതമായ പടിയിലെത്തിച്ചേർന്നിരിക്കുന്നു. ഈ പടിയിൽ സാക്ഷാൽ ശിവനെ ഞാൻ സാക്ഷാത്കരിക്കുന്നു. ശിവൻ എനിക്ക് തൻ്റെ കൈ തരും. ശിവപിതാവ് എന്നെ പരിപൂർണമായും പരിവർത്തനപ്പെടുത്തിയെടുക്കുന്നു. ഞാൻ രാജയോഗത്തിൻ്റെ ഈശ്വര ശക്തികളുടെ ലിഫ്റ്റിൽ കയറും, സത്യയുഗത്തിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ കൽപ്പവൃക്ഷത്തിൻ്റെ വേരിൽ പരമാത്മാവിനോടൊത്ത് ഞാൻ ധ്യാനിക്കുന്നു. വളരെ വലിയൊരു തപസ്വിയായി. എനിക്ക് ചുറ്റിലും എൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ട് എൻ്റെ ഉപബോധ മനസ്സിൽ ഞാൻ ശിവനോടൊത്ത് ധ്യാനിക്കും. ശിവശക്തികളിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കും. ഈ ശക്തിയാണ് ഒരു പുനഃസ്ഥാപനയ്ക്ക് ആധാരമായി മാറുന്നത്. അങ്ങനെ ഞാൻ ഏറ്റവും ഉയർന്ന ശക്തികൾ നിറഞ്ഞ അവസ്ഥ അനുഭവിക്കും. ഞാൻ വളരെ വളരെ പവർഫുള്ളായ മാനസിക ശക്തികൾ
വളരെയധികമുള്ള ഒരു ആത്മസ്വരൂപമാണ്. ഓം ശാന്തി.